സർ, ഫോൺ. ഈ സെക്ഷൻ 294 IPC ഇതിപ്പോൾ കാറിൽ വെച്ചിട്ടാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഇതൊരു പബ്ലിക് ന്യൂസൻസ് ആണ്, ഓഫൻസ് ആണെന്നൊക്കെ പരാതിപ്പെടാം. പക്ഷെ കേസൊന്നും നിലനിൽക്കില്ല. എന്നാലും നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു ഡൈവേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, അതൊരു കുട്ടി കൂടി ഉള്ളപ്പോൾ. സർ, ധ്രുവിൻ്റെ കസ്റ്റഡി റൈറ്റ്സിനെ ഇത് ബാധിക്കുമോ? അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ ബാധിക്കാം, ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കാം. നമുക്കിത് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനി അയാളുടെ കൈവശം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു കുട്ടിയാണെങ്കിൽ വേറെ ആൾക്കാരെ കാണാനും മിണ്ടാനും പാടില്ല എന്നൊക്കെ ഉണ്ടോ? ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ സന്തോഷിച്ചൂടെ? അല്ലപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ വേറെ ആർക്കാ പ്രശ്നം? ജിമ്മി, പോവാം. താങ്ക് യു. ആളാ വീഡിയോ നോക്കിക്കണ്ടപ്പോൾ എനിക്ക് പൊളിഞ്ഞു. നീ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ധ്രുവിൻ്റെ കാര്യത്തിൽ ഈ വിഷയമൊന്നും ബാധിക്കില്ലെന്ന് നമുക്ക് ഉറപ്പായില്ലേ. അയാളത് കോടതി കൊടുക്കാനൊന്നും പോകില്ല. വരുണിന്റെ എല്ലാ അതോറിറ്റിയും ആക്സെപ്റ്റ് ചെയ്തിട്ട് വർഷങ്ങളോളം അയാളുടെ കൂടെ ജീവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല അയാൾ എന്താന്ന്. നിത്യ, നിനക്കിത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? എന്തായാലും ഇത് സോൾവ് ചെയ്യണ്ടേ? ലെറ്റ്സ് ഫേസ് ഇറ്റ്. നിത്യ, ജിമ്മി ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയണേ? എനിക്കൊരു കാര്യം അറിയോ? കുറച്ചു കാലം മുമ്പ് എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് വരുൺ എവിടെ ഒരു ബിസിനസ് ടൂറിന് പോയിരിക്കുക. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ വരുൺ എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുക. വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. എനിക്കാണെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും പിന്നെ വരുണിൻ്റെ ഈ ഒരു ബിഹേവിയറുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. വീട്ടിലെത്തി ഞാൻ വാഷ്റൂമിൽ കയറി. പിന്നെ എനിക്ക് പുറത്ത് വരാൻ പറ്റണില്ല. ഇയാൾ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. ആ രാത്രി മുഴുവൻ ഞാനിവിടെ ലോക്ക്ഡായിരുന്നു. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള പോലെയാണ് അയാളും അയാളുടെ ഫാമിലിയും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. എൻ്റെ കാര്യം പോട്ടെ, ധ്രുവിനുണ്ടാവുന്ന ഒരു ട്രോമ പോലും അയാൾക്കൊരു വിഷയമേ അല്ല. എന്നെ ബുദ്ധിമുട്ടിക്കാൻ അയാൾ എന്തും ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മേലെയാണ് അയാളുടെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യം. ഞാൻ വരുണിന്റെ വീട്ടിൽ പോയായിരുന്നു. ഞാൻ അയാളെ ജസ്റ്റ് കാണാൻ പോയെന്നുള്ളൂ. ഇവനൊക്കെ ഇമാതിരി പ്രാന്തനാണെന്ന് ഞാൻ അറിഞ്ഞു. സംസാരിച്ച് തീർക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ സംസാരിച്ച് തീർക്കാം. ജിമ്മിക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തെ? ഇത് എന്റെ പ്രശ്നമാണ്. ഞാൻ സോൾവ് ചെയ്യേണ്ട എന്റെ മാത്രം പ്രശ്നം. ഇതൊക്കെ ഞാൻ ആ കാറിനകത്തിരുന്നു പറഞ്ഞല്ലേ. കുറച്ചൊക്കെ സെൻസ് ഉപയോഗിച്ചൂടെ? ഞാൻ പറഞ്ഞോ വരുണിന്റെ വീട്ടിലേക്ക് പോവാൻ? ഇത് സോൾവ് ആക്കി തരാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. Grow up. എനിക്കത് ശരിയാവില്ല. റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞിട്ട് സഫർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനി എന്നെ കൊണ്ട് വയ്യ. നമുക്കിത് മതിയാക്കാം. ഇവിടെ ഇപ്പോ എനിക്ക് വയ്യ. ഞാൻ വരാന്ന് പറഞ്ഞല്ലേ.
എവിടെ ഇരുന്ന് നീ കൊറേ വിളിച്ച് ഇനി എപ്പോഴാണ് ഷോറൂമിൽ കൊണ്ടുപോവാ? ഞാൻ കൊണ്ടുപോട്ടോ. നീ നോമ്പ് തുറന്നടാ? എനിക്ക് നോമ്പില്ല. എന്നിട്ട് നല്ല ക്ഷീണുണ്ടല്ലോ. നീ ഒന്നും കഴിക്കാറില്ലേ? ഇങ്ങോട്ട് വാ വാ. ആഹാ, ആളെത്തിയോ? ആ നീ വന്നോ? വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോ വിചാരിച്ചു നീ വരില്ലായിരിക്കും. നിനക്ക് സുഖമല്ലേടാ? സുഖമായിട്ടിരിക്കുന്നു. ജിമ്മി, നീ ഇവിടെ ഇരുന്നേ. ഇരിക്കെ. എന്നാ കുടിക്കേ. നീ ഇവിടെ ഇല്ലാണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ലടാ മോനെ. ഇത്താ നിസ്കാരം കഴിഞ്ഞു തോന്നുന്നു. ദാ വരുന്നു. നമുക്ക് കഴിക്കാനുള്ളത് എടുക്കാം. ആ മോനെ അങ്ങോട്ട് വാ. ഡാ ജിമ്മി, ഡാ നീ വേടാ. ആ ജിമ്മി വന്നിട്ടുണ്ട്. അതെയോ? ആ എന്നാ വരാൻ പറ. വിളിക്കട്ടെ? ആ ഡാ പാപ്പച്ചി വിളിക്കണോ? ഞാൻ അവിടെ എന്ത് നീ ചെയ്യും? ഇങ്ങോട്ട് മാറി നിൽക്കണ്ട, അങ്ങോട്ട് വാ. വാ മോനെ. നൗഷാദേ, ആ പ്ലേറ്റ് ഒന്ന് എടുത്തടാ. ആ ചിക്കൻ ഇരിക്കേ. നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോണു? ഉഷാറല്ലേ? ഇതാ പിള്ളേരൊക്കെ അവിടെ. പിള്ളേരൊക്കെ അപ്പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചു. അവനോട് ജിക്കാക്ക, ഞാൻ ജിക്കാക്കനെ ഗ്യാരേജിൽ വന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ജിക്കാക്ക നമ്മുടെ ഗ്യാരേജിലുള്ള ആ ചുവന്ന വണ്ടിയില്ലേ, 2 സീറ്റർ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഗോവ വരെ കറങ്ങിയാലോ? ജിമ്മി, വേണ്ട. ആ പെണ്ണ് എന്തിനാന്ന് അവിടെ വന്നേ? അന്ന് ഈ നാട്ടുകാരോടൊക്കെ മറുപടി പറയേണ്ടി വന്നത് ഞാനാ. ഇനിയും കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിർത്തിയേക്ക് ജിമ്മി. ഇക്ക, അവനത് ഇഷ്ടമാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. നിനക്കെന്താ വെളിവില്ലാണ്ടായോ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടും മാറാത്തൊരു ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ജിക്കാക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ അത് ചെയ്യുന്നല്ലേ എന്റെ ശരി. നിന്നോടാരാ ചോദിച്ചേ? അവള് പറഞ്ഞാൽ എന്താ തെറ്റിക്ക? കുടുംബത്തിന്റെ പേര് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവന്റെ വിഷമവും ഇഷ്ടമൊക്കെ കാണാതിരിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പൊ നിങ്ങളെന്താ കളിയാക്കുക അല്ലേ? ഇനി അവന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. ചുമ്മാ ഇരി കൊച്ചേ. ഇപ്പോഴെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നല്ല. പക്ഷേ നിത്യയുടെ കാര്യത്തിൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട. അത് കഴിഞ്ഞു.